Hi, I am Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. We are discussing about the fluid machinery course of S4 Mechanical Engineering students. In the last lecture, we have discussed a problem. Today also we are continuing the same problem and discussing the case 2 of the same problem. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ മാക്സിമം RPM കണ്ടുപിടിച്ചായിരുന്നു. മാക്സിമം RPM 64 സംതിങ് റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് കിട്ടിയത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പമ്പ് വർക്ക് ചെയ്യാനുള്ള വർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പമ്പ് വർക്ക് ചെയ്യാനുള്ള വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. റോ ജി LAN/60 ഇൻറ്റു ടോട്ടൽ ഹെഡാണ്. അപ്പോൾ റോ ജി ഇൻറ്റു ക്യൂ ആണ്. റോ ജി ക്യൂ എച്ച് എന്നാണ് ഇക്വേഷൻ. അതിനകത്ത് ക്യൂ എന്നുള്ളത് സിംഗിൾ ആക്ടിങ് പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യൂ എന്നുള്ളത് LAN/60 ആണ്. അപ്പോൾ റോ ജി ഇൻറ്റു LAN/60 ഇൻറ്റു ടോട്ടൽ ഹെഡ് ആണ് വരുന്നത്. ഇപ്പൊ ടോട്ടൽ ഹെഡ് എഴുതുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കേസിനകത്ത് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HS + HD ആയിരിക്കും. നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷനകത്തൊക്കെ HS + HD എന്ന് മാത്രമേ വരത്തുള്ളൂ. പിന്നീട് നമ്മൾ ഫ്രിക്ഷൻ ഹെഡും ആക്സിലറേഷൻ ഹെഡും കൂടി കൺസിഡർ ചെയ്യുമ്പോഴേക്ക് ആ ഇക്വേഷൻ കുറച്ചും കൂടി മോഡിഫൈ ആയിട്ടുണ്ട്. HS + HD + 2/3 HFS + 2/3 HFD എന്നായി ആ ഇക്വേഷൻ. ഈ കേസിനകത്ത് എയർ വെസൽ വെച്ചുള്ള കണ്ടീഷനിലുള്ള വർക്ക് റിക്വയർഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എയർ വെസൽ വെച്ചുള്ള കണ്ടീഷനകത്ത് വർക്കിന്റെ ഇക്വേഷൻ HS + HD + HFS + HFD എന്നാണ് ഇക്വേഷൻ. ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് രണ്ട് സൈഡിനകത്തും എയർ വെസൽ ഇല്ല. സക്ഷൻ സൈഡിനകത്ത് രണ്ട് സൈഡിനകത്തും അല്ല, ഒരു പെർട്ടിക്കുലർ സൈഡിലേ ഉള്ളൂ. ഡെലിവറി സ്ട്രോക്കിനകത്ത് മാത്രമേ ഡെലിവറി സൈഡിനകത്ത് മാത്രമേ എയർ വെസൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല. അപ്പൊ ആ ഇക്വേഷൻ അതനുസരിച്ച് മോഡിഫൈ ആവും. റോ ജി LAN/60 മാറ്റമൊന്നുമില്ല. HS + HD അതേപോലെ വരും. സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല. അപ്പം എയർ വെസൽ ഇല്ലാത്ത ഇക്വേഷൻ ആണ് 2/3 HFS എന്ന് പറയുന്ന ഇക്വേഷൻ. പ്ലസ് ഡെലിവറി സൈഡിനകത്ത് എയർ വെസൽ ഉണ്ട്. ഇപ്പൊ എയർ വെസൽ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ ജസ്റ്റ് HFD മാത്രമാണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻസ് ലെക്ചേഴ്സിനകത്തുള്ള ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഇപ്പൊ എയർ വെസൽ ഇല്ലാത്ത കേസിനകത്ത് ഞാൻ പറഞ്ഞു HS + HD + 2/3 HFS + 2/3 HFD ആണ്. ഈ കേസിനകത്ത് സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല. അതുകൊണ്ട് ആ സൈഡിനകത്ത് 2/3 HFS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയർ വെസൽ ഡെലിവറി സൈഡിനകത്ത് എയർ വെസൽ ഉണ്ട്. അതുകൊണ്ട് അവിടെ 2/3 HFD കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ എയർ വെസലിന്റെ സൈഡിലുള്ള ഇക്വേഷൻ നോക്കണം. ഇപ്പൊ എയർ വെസലിന്റെ സൈഡിലുള്ള ഇക്വേഷനകത്ത് HS + HD + സക്ഷൻ സൈഡിൽ എയർ വെസൽ ഉണ്ടെങ്കിൽ അവിടെ HFS മാത്രം മതി. ഡെലിവറി സൈഡിനകത്ത് എയർ വെസൽ ഉണ്ടെങ്കിൽ അവിടെ HFD മാത്രം മതി. അതുകൊണ്ട് ഇവിടെ HFD മാത്രമായി. ഡെലിവറി സൈഡിനകത്ത് മാത്രമാണ് എയർ വെസൽ ഉള്ളതുകൊണ്ട് ആ സൈഡിൽ HFD മാത്രമായി. അപ്പൊ നമ്മൾക്ക് വേണ്ട റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ജി LAN/60 ഇൻറ്റു HS + HD + 2/3 HFS + HFD. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ HSന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട്. 2.5 മീറ്റർ ആണ്. പമ്പിന്റെ സെൻട്രൽ ആക്സിസ് മുതൽ സമ്പിന്റെ ലെവൽ വരെ, വാട്ടർ സമ്പിന്റെ ലെവൽ വരെയുള്ള ഹൈറ്റ് HS തന്നിട്ടുണ്ട്. 2.5 മീറ്റർ ആണ്. പമ്പിന്റെ സെൻട്രൽ ആക്സിസ് മുതൽ ഡെലിവറി സൈഡ് വരെയുള്ള ലെങ്ത് 9 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ HS HD ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് HFS ആണ്. അപ്പൊ HFS കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രിക്ഷൻ ഹെഡ് ആണ്. ഫ്രിക്ഷൻ ഹെഡിന്റെ ജനറൽ ഇക്വേഷൻ 4FL V²/ρ GD ആണ്. 4FL/2GD. 4FL എന്ന് പറയുന്നത് സക്ഷൻ സൈഡ് ആയതുകൊണ്ട് ലെങ്ത് ഓഫ് സക്ഷൻ സൈഡ്, 2GD എന്ന് പറയുന്നത് സക്ഷൻ സൈഡിന്റെ ഡയമീറ്റർ. ഇനി A/A ω/r sin θ. വിയുടെ ഇക്വേഷൻ സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല. അപ്പൊ ആ കേസിനകത്ത് വെലോസിറ്റിയുടെ ഇക്വേഷൻ A/a r ω sin θ ആണ്. ഈ കേസിനകത്ത് മാക്സിമം എടുക്കുന്നുണ്ട് sin θ 1 ആവും. A/a r ω the whole square ആവും.
ഇനി ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 ഇൻറ്റു എഫിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.02. ലെങ്ത് ഓഫ് സക്ഷൻ പൈപ്പ് തന്നിട്ടുണ്ട് 3.5 മീറ്റർ ആണെന്ന്. 2 ഇൻറ്റു ജി 9.81 ഇൻറ്റു ഡയമീറ്റർ തന്നിട്ടുണ്ട് 75 mm ആണ്. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്ക് 0.075 മീറ്റർ. ക്യാപിറ്റൽ എയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. π/4 ക്യാപിറ്റൽ ഡി സ്ക്വയർ വെച്ചിട്ട് 0.0123 ആണ്. അതേപോലെ സ്മോൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. π/4 സ്മോൾ ഡി സ്ക്വയർ 0.00442 ആണ്. ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 6.69 ഇൻറ്റു ക്യാപിറ്റൽ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L/2 ആണ്. അതിന്റെ വാല്യൂ 0.1125. ഒമേഗ കണ്ടുപിടിക്കുന്നത് 2πn/60 വെച്ചിട്ടാണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു n എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേസ് 1-നകത്ത് സോൾവ് ചെയ്തേക്കുന്ന n വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. 64 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന RPM. ആ RPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് 2πn/60 എന്ന് കിട്ടിയേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആൻസർ 0.834 മീറ്റേഴ്സ് കിട്ടും. 0.834 മീറ്റേഴ്സ് കിട്ടും. അതാണ് HFS എന്ന് പറയുന്നത്. ഇനി HFD കണ്ടുപിടിക്കണം. അടുത്തത് HFD കണ്ടുപിടിക്കണം. അതായത് ഡെലിവറി സൈഡിലെ ഫ്രിക്ഷൻ ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഡെലിവറി സൈഡിനകത്ത് നമുക്കറിയാം, ഡെലിവറി സൈഡിനകത്ത് എയർ വെസൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എയർ വെസൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിനകത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ മീൻ വെലോസിറ്റി ആയിരിക്കും. അപ്പം മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HFD ഒന്നുകൂടെ ആദ്യം മുതൽ തന്നെ നോക്കാം. HFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് 4FL_v²/2GD ആണ്. V എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി ആണ്. ഇപ്പൊ ഈ മീൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. മീൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നറിയാം. അതിൽ നിന്ന് V = Q/A എന്ന് എനിക്ക് എഴുതാൻ പറ്റും. മീൻ വെലോസിറ്റി Q ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഡെലിവറി സൈഡിലെ ഏരിയ. ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ LAN/60 ആണ്. ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻറ്റു ഏരിയ ഓഫ് പിസ്റ്റൺ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഡിവൈഡഡ് ബൈ 60. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ക്യൂവിന്റെ വാല്യൂ 0.00294 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഏരിയ π/4 സ്മോൾ ഡി സ്ക്വയർ ആണ്. ഡെലിവറി പൈപ്പിന്റെ ഡയമീറ്റർ ആണ് എടുക്കുന്നത്. 0.00442 മീറ്റർ സ്ക്വയർ കിട്ടും. ഇത് രണ്ടും ഈ ഇക്വേഷനകത്തോട്ട് ക്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മീൻ വെലോസിറ്റി 0.665 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4Fന്റെ വാല്യൂ 0.02, L ലെങ്ത് ഓഫ് ഡെലിവറി പൈപ്പ് 13.5 ആണ്, ഇൻറ്റു V² ആവറേജ് വെലോസിറ്റി മീൻ വെലോസിറ്റി 0.665 ആണ്. അതിന്റെ സ്ക്വയർ 0.665 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GD 2 ഇൻറ്റു 9.81 ഇൻറ്റു ഡെലിവറി പൈപ്പിന്റെ ഡയമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ആൻസർ 0.324 മീറ്റർ കിട്ടും. ഇനി പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ജനറൽ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജനറൽ ഇക്വേഷൻ ρg LAN/60 ഇൻറ്റു HS പ്ലസ് HD പ്ലസ് 2/3 HFS പ്ലസ് HFD എന്നായിരുന്നു. ρg LAN/60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. HSന്റെ അവിടെ 2.5, HDയുടെ അവിടെ 9, 2/3 ഇൻറ്റു HFSന്റെ വാല്യൂ 0.834 ആണ്. പ്ലസ് HFDയുടെ വാല്യൂ നിങ്ങൾക്ക് 0.324 കിട്ടി. അപ്പൊ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ഫൈനൽ ആൻസർ 428 വാട്ട്സ് കിട്ടും. അത് കിലോ വാട്ട്സിൽ എഴുതുമ്പോഴേക്ക് 0.428 വാട്ട്സ് ആകും. ഇപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കേസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് പവർ റിക്വയർഡ് കണ്ടുപിടിക്കാനായിരുന്നു. പവർ റിക്വയർഡ് 0.428 കിലോ വാട്ട് കിട്ടി. ഈ പ്രോബ്ലത്തിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് പവർ റിക്വയർഡിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടീഷൻ എഴുതുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ സിംഗിൾ ആക്ടിങ് ആയതുകൊണ്ട് ρg LAN/60 എന്ന് എഴുതി. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ 2 ρg LAN/60, ബാക്കിയൊന്നും മാറ്റം വരുത്തില്ല. ഇനി ഹെഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് എഴുതണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രിക്ഷൻ ഹെഡും ആക്സലറേഷൻ ഹെഡും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ പവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, HS പ്ലസ് HD മാത്രമേ ഉള്ളൂ. ഇനി ഫ്രിക്ഷൻ ഹെഡ് കൺസിഡർ ചെയ്യുന്നു, എയർ വെസൽ ഒന്നും ഇല്ല, അങ്ങനെ വരുന്ന കേസിനകത്ത് HS പ്ലസ് HD നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനകത്ത് HS പ്ലസ് HD എന്ന് പറയുമ്പോൾ എന്ത് വരും? ആ പാരലോഗ്രാമിന്റെ ഏരിയ വരും. പവർ റിക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്. HS പ്ലസ് HD എന്ന് പറയുമ്പോഴേക്ക് ആ പാരലോഗ്രാമിന്റെ ഏരിയ ആയി. പിന്നെ 2 പരബോളയുടെ ഏരിയ ആഡ് ചെയ്യണം. അതാണ് 2/3 HFS സക്ഷൻ സൈഡിലെ പരബോളയുടെ ഏരിയ. ഡെലിവറി സൈഡിലെ പരബോളയുടെ ഏരിയ എന്ന് പറയുമ്പോൾ 2/3 HFD. അത് ചെയ്യുമ്പോഴേക്ക്
ഡെലിവറി സൈഡിലെ പാരബോളയുടെ ഏരിയ ആയി. അപ്പം ഫ്രിക്ഷൻ ഹെഡ് കൺസിഡർ ചെയ്യുന്ന കേസിൽ വർക്ക് ഹെഡിന്റെ അല്ലെങ്കിൽ പവർ റിക്വയർഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρg LAN/60 HS + HD പ്ലസ് താഴത്തെ പരബോള 2/3 HFS പ്ലസ് മുകളിലത്തെ പരബോള 2/3 HFD ആണ്. ഇനി എയർ വെസൽ യൂസ് ചെയ്യുവാണെങ്കിൽ ρg LAN/60 HS + HD മാറ്റമൊന്നുമില്ല. ഇനി എയർ വെസൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ പരബോള എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആവും, റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. റെക്റ്റാങ്കിൾ ആയിട്ട് മാറുമ്പോഴേക്ക് കാരണം അവിടെ സൈൻ്റെ കമ്പോണന്റ് ഇല്ല, അവിടുത്തെ ആവറേജ് വെലോസിറ്റി വിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/A R⍵/π ആണ്. നമ്മൾ നേരത്തെ ഡെറിവേഷനകത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ കേസിനകത്ത് 2/3 ഇല്ല, ജസ്റ്റ് HFS എന്ന് മാത്രമേ വരുത്തുള്ളൂ. ഡെലിവറി സൈഡ് ആകുമ്പോൾ HFD മാത്രമേ വരുത്തുള്ളൂ. അപ്പം ടോട്ടൽ പ്രഷർ ഹെഡ് എന്ത് വരും? എയർ വെസൽ സക്ഷൻ സൈഡിനകത്തും ഡെലിവറി സൈഡിനകത്തും എയർ വെസൽ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ρg LAN/60 HS + HD പ്ലസ് HFS പ്ലസ് HFD എന്ന് വരും. ഇനി നമുക്ക് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല, ഡെലിവറി സൈഡിനകത്ത് മാത്രമേ എയർ വെസൽ ഉള്ളൂ. അതുകൊണ്ടാണ് ρg LAN/60 HS + HD പ്ലസ് സക്ഷൻ സൈഡിനകത്ത് എയർ വെസൽ ഇല്ല. അപ്പൊ അവിടുത്തെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനകത്ത് അവിടെ പരബോള ഉണ്ട്, പരബോളയുടെ ഏരിയ 2/3 HFS കൊടുത്തു. ഇൻറ്റു ഡെലിവറി സൈഡിനകത്ത് എയർ വെസൽ ഉണ്ട്. അപ്പൊ ആ കേസിനകത്ത് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്, അതുകൊണ്ട് അവിടെ HFD മാത്രമേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് ഈ ഹെഡിനകത്ത് മാറ്റം വരും, അത് ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.